അപ്പോൾ നമ്മളിനി പോണത് ആമേൻ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി സെറ്റ് ഇട്ടായിരുന്നു. ആമേൻ സിനിമ ഷൂട്ട് ചെയ്ത പള്ളി സെറ്റ് ഇട്ടത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. 2013 ആ സിനിമ ഇറങ്ങിയത്. ഇപ്പോൾ 2024. അപ്പോൾ 11 കൊല്ലത്തിന് ശേഷം ആ സ്ഥലത്ത് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വള്ളത്തിനാണ് പോണത്. 3ാമത്തെ ദിവസവും പോസ്റ്റ് തന്ന് വള്ളക്കാരൻ്റെ അക്കരയൊക്കെ ഇറങ്ങി കിടക്കുന്നത്. അവരത് കാണിച്ചെടുത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് വരാം. കക്കയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇതെന്താണ് നിങ്ങൾ എടുത്തില്ലേ? അപ്പം കക്ക എടുത്തില്ല. പിന്നെട്ടാ പറത്തേക്ക് വന്നിട്ട് കപ്പല് പറപ്പിച്ച് വിടുവാപ്പ. അപ്പൊ നമ്മളിനി പോണത് ആമേൻ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ്. ജോജി ചേട്ടൻ്റെ വീടാണ് കേട്ടോ കാണുന്ന വീട്. ഞാനിങ്ങനെ ഇക്കരലൊക്കെ വരുമ്പോൾ ഈ വീട് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ കാറ്റാടിമാരവും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ജോജി ചേട്ടനായിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ജോജി ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടാനൊരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഗിറ്റാറും പാട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം വീട്ടിൽ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ കെട്ടിയിട്ട് ആമയെ ഷൂട്ട് ചെയ്ത പറമ്പിലോട്ട് നമ്മൾ വരികയാണ്. 11 വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലം എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ സ്ഥലമാണ് ആമയൻ പള്ളി സെറ്റിട്ടേക്കുന്ന സ്ഥലം. അതെ, അതിൻ്റെ ഫ്ലോറാണ് ഈ കാണുന്നത്. അതിന് മുൻപേ ഇവിടെ ഒരു ചെറിയ ഷെഡ് പോലെ എന്താണ്ടൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്താണ് അവർ പണിത്. ആ പള്ളിയുടെ ആ ഫ്ലോറാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇത് അടുത്തത് അതിൻ്റെ മേട കാണിച്ചത്. മേട കറക്റ്റ് ഇരുന്ന് വെച്ചത് ഇവിടെയായിരുന്നു. ആ 2 നില മേടയും പിന്നെ അതിൻ്റെ മേളിൽ ഒരു ഫോൺ വിളിക്കുന്ന രംഗമൊക്കെ അതൊക്കെ മൊത്തം ഇവിടെയായിരുന്നു. കപ്പിയാരും പള്ളിയിലച്ഛനൊക്കെ ഇരിക്കുന്ന സ്ഥലം അതൊക്കെ മൊത്തം ഇവിടെയായിരുന്നു. നേരത്തെ തന്നെ എന്തോ ഒരു ഷെഡ് പണിതിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പില്ലറാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്ന മത്സരം. ലാസ്റ്റ് മത്സരം നടന്ന സ്റ്റേജ് 1 ഇവിടെ, പിന്നെ 2 ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയായിരുന്നു കേട്ടോ. എന്നാൽ നീല ഷീറ്റിട്ട വീട് കണ്ടോ, ഓടിട്ട വീട്, അത് ആയിരുന്നു സോളമൻ്റെ വീട് ആയിട്ട് കാണിച്ചു വെച്ചത്. ആ വീട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ഈ വരമ്പത്തൂരി നടന്നു പോകാം. പിന്നെ അതുകൂടാതെ നമുക്ക് വള്ളത്തിൽ പോകാം. സിനിമയിൽ വള്ളത്തിന് മാത്രം പോകുന്ന ഷോട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ ആ വീട്ടിലോട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. പിന്നെ ഈ കാണുന്ന ഈ വരമ്പൊക്കെ ആ സിനിമയിൽ അവർ പെരുന്നാളിൻ്റെ സമയത്ത് അവർ പാട്ടൊക്കെ പാടിയിട്ട് വന്ന ഷോട്ട്സൊക്കെ ആയിരുന്നു ഇവിടെ കാണിച്ചത്. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നു. ഒരപ്പൂപ്പം മറിഞ്ഞ് വന്ന് കുറേ മറ്റേ പൊരിപ്പലഹാരത്തിൻ്റെ കൊട്ടയുടെ പുറത്തായിട്ട് വീണ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. കുറേ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തൈക്കാട്ടുശ്ശേരിയാണ്. ആ കാണുന്നത് തൈക്കാട്ടുശ്ശേരി പാലമാണ്. ആ കാണുന്നത് കാണുന്ന ഈ വരമ്പൊക്കെ ആ സിനിമയിൽ ഇപ്പം ശരിക്കും മാറിപ്പോയി.
ആ സിനിമയിൽ പെരുന്നാളിൻ്റെ സമയത്ത് പാട്ടൊക്കെ ആയിട്ട് അവരെല്ലാവരും കൂടി നടന്നു തന്നെ ഒരുപാട് ഷോട്ട്സൊക്കെ ഈ വരമ്പത്തൂരി ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും മാറിപ്പോയി കേട്ടോ ഇവിടെ, ശരിക്കും മാറിപ്പോയി. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ആമീൻ സിനിമയിലെ കുമരങ്കിരി പള്ളി സെറ്റിട്ട സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് കറക്റ്റ് സെറ്റിട്ടത്. 11 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. സോളമൻ ക്ലാർനെറ്റ് വായിക്കൂ എന്ന് കലവമണി തിരിച്ചറിയുന്ന ഒരു സമയം. അത് ഷൂട്ട് ചെയ്തത് ഈ കായലിൽ വെച്ചായിരുന്നു. ഈ കാണുന്ന ഈ കായലിൽ ചുറ്റുവട്ടത്ത് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ആ വള്ളത്തിൽ വന്ന സീനൊക്കെ രാത്രി ഇവിടെ വെച്ചിട്ടായിരുന്നു എടുത്തത്. ഒരു ക്ലാർനെറ്റ് വായിക്കുന്ന സീൻ അതൊക്കെ എടുത്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനായിട്ട് കണ്ട സ്ഥലം ആ കാണുന്ന ആ ഒരു ചെറിയ വീട് കണ്ട ആ വീടായിരുന്നു പോലീസ് സ്റ്റേഷനായിട്ട് എടുത്തത്. അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു കിട്ടുന്ന കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിടിച്ചത് നമ്മുടെ ആണ്. അപ്പം ഇതായിരുന്നു നമ്മൾ കുമരങ്കിരി പള്ളി ഇരുന്ന് വെച്ച സ്ഥലം. 11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നത്. ഇവിടെ ഒരു ബോട്ട് വീട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ തന്നെ നമ്മൾ വള്ളവും കൂടെയാണ് അടുപ്പിച്ചേക്കണത്. പിന്നെ കുഞ്ഞൂട്ടൻ ഈ സിനിമയിൽ ചെറിയ എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പലരും ഉണ്ട് ആ സിനിമയിൽ. അവർക്ക് 300 രൂപയും ഫുഡും എല്ലാം അടങ്ങും കേട്ടോ. 300 രൂപയും ഫുഡും ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഓക്കെ, ഇതൊക്കെയായിരുന്നു ആ സിനിമയുടെ വിശേഷങ്ങൾ. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോരായ്മകളൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ എന്നാൽ. ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും കാര്യം കാണും. ഓക്കെ. ഓടിക്കാൻ നമ്മുടെ നമ്മളിന്ന് ഒരിക്കലും വേണ്ടെന്ന് നമ്മളിവിടെ